എന്തിനാണ് നാം പി സി ജോർജിനെ ഒരു വെല്ലുവിളിയായി കാണുന്നത്? പി സി ജോർജിനെ കേരള സമൂഹം രാഷ്ട്രീയമായി അസാധുവാക്കി. അപ്പോൾ ആ രാഷ്ട്രീയമായി അസാധുവാക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ വിഷം തുപ്പുന്ന ഒരാളെ നിയമസഭയുടെ പടി കടത്തിയില്ല. അതിൻ്റെ ഒരു നല്ല ചുരുക്കുണ്ട് ഇയാൾക്ക്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഏറ്റവും നല്ല മറുപടി നമ്മൾ കേരളം കൊടുത്തു കഴിഞ്ഞില്ലേ? അയാൾ എത്രയോ കാലമായി ഈ പറയുന്ന ജനങ്ങളുടെ പ്രതിനിധിയായിരുന്നു. ഇനി ഞങ്ങളുടെ പ്രതിനിധി അല്ല നിങ്ങൾ എന്ന് ജനം സ്ഥാപിച്ച് അസാധുവാക്കിയ ഒരു വ്യക്തിയാണ് അയാൾ. അതുകൊണ്ട് അയാൾ എന്ത് വേണമെങ്കിലും പുലമ്പിക്കോട്ടെ. അതാണ് പ്രശ്നം. അതെ. അതുകൊണ്ട് അയാൾ എന്ത് വേണമെങ്കിലും പുലമ്പിക്കോട്ടെ. ആരും ഏറ്റെടുക്കാനില്ലാത്ത വാദഗതികളായി അത് അസാധുവായി പോകുന്നെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടില്ല കണ്ടില്ല എന്നൊക്കെ തന്നെ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മാത്രമല്ല, ഈ ഉത്തരേന്ത്യൻ രീതിയൊന്നും ഇവിടെ നടക്കില്ല. ഉത്തരേന്ത്യയിൽ ഒരാൾ പറഞ്ഞാൽ അതൊരു വലിയ ആഘോഷമാക്കുന്ന സംവിധാനം, അതിൻ്റെ ഭാഗമായി ഗുണങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ഒന്നിച്ച് നിന്നാൽ ആക്രമിക്കപ്പെടാതിരിക്കും എന്നൊക്കെ പറയുണ്ടായല്ലോ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മോദി. അതിന് തൊട്ടു മുമ്പ് പോയി അത്തരമൊരു വായ്ത്താരി ഉണ്ടാക്കാൻ ഉള്ള ഈ യോഗിയുടെ പ്രതികരണം, ഇതൊക്കെ അവർ ചെയ്തോട്ടെ. കേരളം നേരത്തെ പി സി ജോർജിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ ബി ജെ പിയുടെ കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. നിങ്ങളെ ഞങ്ങൾ രാഷ്ട്രീയമായി അസാധുവാക്കിയിരിക്കുന്നു, നിങ്ങൾ നിയമസഭയ്ക്ക് പുറത്ത് നിന്നാൽ മതി. അപ്പോൾ പി സി ജോർജിനെ പുറത്ത് നിർത്തിയിരിക്കുന്ന, ബി ജെ പിയെ പുറത്ത് നിർത്തിയിരിക്കുന്ന കേരള സമൂഹത്തെ ചുരുക്കി കാണരുത് പി സി ജോർജിനെ പർവ്വതീകരിച്ചാൽ. അതുകൊണ്ട് നമുക്ക് കേരള സമൂഹത്തിൽ തന്നെയാണ് വിശ്വാസം അർപ്പിച്ച് നിൽക്കേണ്ടത്. അങ്ങനെ അയാൾ അസാധുവാണ്. മാത്രവുമല്ല, ഈ ഉത്തരേന്ത്യൻ മോഡലിൽ ഒരാൾ ഇവിടെ നിന്ന് പ്രതികരിച്ചാൽ ഉടനെ അതുമായി ബന്ധപ്പെട്ടൊരു ധ്രുവീകരണം ഉണ്ടാക്കുന്ന നാടുമല്ല ഇത്. അതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ശശികല പ്രസക്തയായിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഇനി എന്തൊക്കെ ശശികല പുതുതായി വിഷം തുപ്പിയാൽ അതെന്തെങ്കിലും പ്രതികരണം ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ? അപ്പോൾ ഈ നാടു തന്നെ ഇവരെവിടെ ഇരിക്കണം എന്ന് തെളിയിക്കുന്നുണ്ട്. അതാണ് പരമപ്രധാനം. ഏത് ഭരണകൂടത്തെക്കാൾ ഉത്തരവാദിത്വത്തോടെ ജനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണത്. പിന്നെ എന്ന് വെച്ചിട്ട് ഇവരെയൊക്കെ അങ്ങ് എന്തും പറയാനായിട്ട് കെട്ടഴിച്ചു വിടണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. കേരളം ഒരു സമൂഹം എന്ന നിലയിൽ ഇതിനെ നേരിടാനും ഇവരെ മൂലക്കിരിക്കാനുമുള്ള പ്രാപ്തി നേടിയിട്ടുണ്ട്. അത് ഭരണകൂട അധികാരത്തെക്കാൾ ജനകീയ അധികാരം കൊണ്ട് അവർക്ക് നൽകിയിരിക്കുന്ന പ്രകാരമാണ് വലുത് എന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ കൂടാതെ ഈ പി സി ജോർജ് എപ്പോഴും പ്രതികരിച്ചിട്ടുള്ള വിധമെന്ന് പറയുന്നത്, അദ്ദേഹം ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുമ്പോൾ അതിലെ അധികാര സമവാക്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വ്യക്തികേന്ദ്രിതമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്, വിമർശനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അന്നൊക്കെയുള്ള ജോർജിൻ്റെ ഒരു വായ്ത്താരി എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്, വെട്ടി തുറന്നു പറയുന്ന ഒരാളാണ് എന്നതാണ്. ഈ ഈരാറ്റുപേട്ടയിൽ നിന്ന് നല്ലൊരു തിരിച്ചടി കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഈ പറയുന്ന വ്യക്തികേന്ദ്രിതം എന്നതിനപ്പുറത്ത് സമുദായ കേന്ദ്രിതമായിട്ടുള്ള വിദ്വേഷ പ്രചാരണത്തിലേക്ക് നീങ്ങുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഗതികേട് എന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. എന്ന് മാത്രമല്ല, ഈരാറ്റുപേട്ടയിൽ ഈ പറയുന്ന വോട്ട് ബാങ്ക് ഒരു പ്രത്യേക രൂപത്തിൽ പി സി ജോർജിന് എതിരാകുന്നു. അതിൻ്റെ കാരണം പി സി ജോർജിന് രണ്ട് മുന്നണികളിലും സ്ഥാനമില്ലാതെ വരുമ്പോഴുള്ള പി സി ജോർജിൻ്റെ ബി ജെ പി ആഭിമുഖ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ വോട്ട് ബാങ്ക് ഇയാൾക്കൊപ്പം നിന്നിരുന്നത് ഒലിച്ചു പോകുന്നത്. അപ്പോൾ ജോർജ് തന്നെ ഉണ്ടാക്കിയ രാഷ്ട്രീയ കാരണങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കിട്ടില്ല എന്നതുകൊണ്ടൊരു എതിർ ധ്രുവീകരണം സാധ്യമാക്കാൻ കഴിയുമോ എന്നാണ് അയാൾ നോക്കുന്നതും. അതിനുള്ള ഫലമാണ് ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിലൂടെ കിട്ടിയതും. ഇപ്പോഴും ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി ജോർജ് തുടരുകയുമാണ്. ഇനിയിപ്പോൾ ബി ജെ പിയുടെ സംഘടനാ തലത്തിൽ എന്തെങ്കിലും കിട്ടും എന്നതല്ലാതെ ഇത്തരം വായ്ത്താരികൾ കൊണ്ട് ജനകീയ മണ്ഡലങ്ങളിൽ എവിടെയും അംഗീകാരം കിട്ടുമെന്ന് കരുതിക്കൂടാ.